ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 4-5 കവറിനകത്ത് പാവലൊക്കെ നട്ടിരുന്നു. ആ പാവല് എന്തോരം വളർന്നിട്ടുണ്ടോ, വളമിടാൻ സമയമായോ, വളം എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ബ്രൂണോയും വന്ന് കിടപ്പുണ്ട് കേട്ടോ, കൃഷിയൊക്കെ കാണാനായിട്ട്. അപ്പം ഞാൻ ഇത് പാവൽ വെച്ചിരിക്കുന്നത് നമ്മുടെ മതിലിൻ്റെ ഈ ബേസ്മെൻറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ പച്ച ഗ്രോ ബാഗിനകത്താണ് നമ്മൾ പാവൽ നട്ടത്. പുതിയൊരു ഗ്രോ ബാഗാണെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഗ്രോ ബാഗിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് നമ്മൾ പാവൽ നട്ടിരുന്നത്. ആ പാവലൊക്കെ കിളിച്ചിട്ടുണ്ട്, അതിന് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. ആ പാവലിന് നമ്മൾ അതിനകത്തൊരു കയറുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ കയറും വേറൊരു കയറുമായിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട്, ആ കയറിനെ വേറൊരു കയറുമായിട്ട്, ഈ കയറാണ് നല്ലത് കേട്ടോ, പ്ലാസ്റ്റിക്കിനേക്കാൾ നല്ലത് ഈ കയറാണ്. യോജിപ്പിച്ചിട്ട് നമ്മളെ പന്തലിനകത്തോട്ട് കയറ്റി വിടണം. ഇതിനകത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് മാന്തി കൊടുക്കുക. അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വളം കൂടെ ഒക്കെ ഇടാം. ആരെങ്കിലും പാവലിൻ്റെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, ചെയ്യണം കേട്ടോ. വളം ഇടാനുള്ള സമയമായി ഇത്. ഞാനിതാണ്ട് ഉള്ളിയുടെ തൊലിയും എല്ലാം തേയിലക്കൊന്തും ഒക്കെ ഇവിടെ കൊണ്ടിടാറുണ്ട്. ഇതിനകത്ത് നല്ല വളമാണ് കേട്ടോ ഇത്. വെളുത്തുള്ളിയുടെ തൊലിയും ഇഞ്ചിയുടെ തൊലിയും എല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നിടാം. കുറച്ച് വളവും കൂടെ ഇട്ടിട്ട് കുറച്ച് മണ്ണും കൂടെ അതിനകത്ത് ഇടണം. പകുതി മണ്ണ് മാത്രമേ നിറച്ചിട്ടുള്ളൂ. ഒരു സ്വല്പം മണ്ണും കൂടെ അതിനകത്ത് നിറച്ച് കൊടുക്കണം. ഒരു ചട്ടിയോളം ചാണകം എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചച്ചാണകം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഉണങ്ങിയ ചാണകം എടുക്കുന്നതാണ് നല്ലത്. ഇത് ആട്ടിൻകാഷ്ടമല്ല, ചാണകപ്പൊടിയാണിത്. അതിനകത്ത് 2 പിടി ജൈവവളം ചേർത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ 1 പിടി കുമ്മായവും ചേർത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്താണ് ഇത്. എന്നിട്ട് നമുക്ക് ആ പാവലിൻ്റെ ചുവടൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുത്തല്ലോ, ഇനി അതിനെ ചുവട്ടിലോട്ട് ഇടാം. ഒരെണ്ണം ഇങ്ങനെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് 3 എണ്ണം നട്ടതിൽ കണ്ടില്ലേ, 1 കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ വളർന്ന് ഞാൻ മേളിൽ കയറിക്കഴിഞ്ഞു. അത് വാങ്ങിച്ച് കടിച്ചോളെ. ഇനി എടുക്കട കയറ്, പന്തലിടാനുള്ളതെന്ന്. അത് പാവലിന് പന്തലിടാനുള്ള കയറാണ്. എടുക്കടാ. അത് വലിയ ചെയ്യത്തില്ല. പേടിയാ. ഇത് പാവലിന് പന്തലിടാനുള്ള കയറാണ്. പാവലിനെ പന്തലിടട്ടെ.
പാവലിന് പന്തലിടാനൊന്ന് എന്റെ പല്ലൊക്കെ പോകും. എന്റെ കയറാണ്. പോ. ആവശ്യത്തിന് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു 3 പ്രാവശ്യമൊക്കെ വളം ഇട്ട് കൊടുത്തെങ്കിൽ ഇതിനകത്തൊക്കെ വല്ല കായൊക്കെ പിടിക്കത്തുള്ളൂ. എന്നിട്ട് മണ്ണ് ഇളക്കി കൊടുക്കണം. വളം ഇട്ടില്ലെങ്കിലും മണ്ണ് ഇളക്കിയെങ്കിലും കൊടുക്കണം. ഇവിടെ നല്ല വേരോട്ടമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഈ പാവലിനകത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ശല്യമാണ് ഈ പക്കി എന്ന് പറയുന്നത്. ഇതങ്ങ് വട്ടത്തിലുണ്ട് പറന്നു പോയത്. ഇലയെല്ലാം വട്ടത്തിലങ്ങ് തിന്ന് കളയും. അപ്പോൾ ഇതിനകത്തുനിന്ന് വെച്ചാൽ വേപ്പെണ്ണ വാങ്ങിച്ചിട്ട് അത് 5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചെടിയിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം വീതം തളിക്കണം. പിന്നെയും വന്നത് പോയി. പന്തലിലോട്ട് എല്ലാത്തിനെയും പടർത്തി വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം കായൊക്കെ ഒന്ന് പിടിച്ച് കണ്ടാൽ മതിയായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇതിന് പെട്ടെന്ന് ഓരോ പുഴുവിൻ്റെ ശല്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ അരിപ്പ മാതിരി ആക്കി കളയും. അപ്പോൾ അതിന് വേപ്പെണ്ണ വാങ്ങിച്ചിട്ട് 5 ml എടുത്ത് അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആഴ്ച 3 പ്രാവശ്യം വീതം ഇതിനകത്ത് തളിച്ചു കൊടുക്കണം. വന്നിരിക്കുന്നുണ്ടല്ലോ പറഞ്ഞത്. അപ്പോൾ കായൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ പിന്നെ നമ്മൾ കാണിക്കാം. കായ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചിരിക്കും. അപ്പം മുറ്റത്ത് തന്നെ ഇത് പടത്തിയിരിക്കുകയാണിത്. കുറച്ച് കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ കെട്ടണമെങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ പടർന്ന് കയറി പോവുകയുള്ളൂ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പാവയ്ക്കൊക്കെ അത്യാവശ്യത്തിന് പിടിച്ച് നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി കായൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ കാ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചിരിക്കാം കേട്ടോ. അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ഇതിന് നല്ലതുപോലെ മഴയില്ലെന്നുണ്ടെങ്കിൽ വെള്ളം നനച്ച് കൊടുക്കണം. അതുപോലെ കാ പിടിക്കുമ്പോൾ പിന്നെ കവറിട്ട് കൊടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ മഞ്ഞ കെണി ഒരുക്കി വെച്ചിരുന്നാൽ നല്ലതാണ്. കാരണം മഞ്ഞ പേപ്പർ കിട്ടുമെന്നെങ്കിലോ അല്ലെങ്കിൽ കുപ്പിക്കകത്ത് മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് ആവണക്കെണ്ണ തേച്ച് ഇതിൻ്റെയൊക്കെ ചുറ്റിനും കൊണ്ട് വെച്ചിരുന്നാൽ പിന്നെ ഈ കിടകളെയൊക്കെ പിടികൂടാനായിട്ട് സാധിക്കും. മഞ്ഞക്കണി എന്ന് പറയും അതിന്. അല്ലെങ്കിൽ മഞ്ഞ പേപ്പറോ എന്തോ വെച്ചിട്ട് ഇച്ചിരി ആവണക്കെണ്ണ വല്ല തേച്ചാൽ മതി അതിനകത്ത്. അപ്പോൾ അതെല്ലാം അതിനകത്ത് വന്ന് പറ്റി പിടിച്ചിരിക്കും. നമ്മുടെ പച്ച ഗ്രോ ബാഗിനകത്ത് നട്ടുപിടിപ്പിച്ച പയറാണിത്. ഗ്രോ ബാഗൊക്കെ നിങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പച്ച കവറ് കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം പയറൊക്കെ നല്ലതുപോലെ പടർന്ന് വരുന്നുണ്ട്. ഞാനിപ്പം പന്തൽ കെട്ടി പന്തലിനകത്തോട്ട് ആക്കിയിരിക്കുകയാണ്. കായൊന്നും പിടിക്കാറായിട്ടില്ല. കായൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എല്ലാ ഗ്രോ ബാഗും നമുക്ക് മാറി തിരിഞ്ഞൊക്കെ പരീക്ഷിച്ച് നോക്കണ്ടേ. എപ്പോഴും ഒന്നിൽ തന്നെ ആയാലും പറ്റില്ലല്ലോ. അപ്പം നമുക്ക് കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങളും നമുക്ക് വരുത്തി നോക്കാം. അപ്പം എന്താണെന്ന് നമുക്ക് പുറകാലെ കാണാം. അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പം ചെയ്യാത്തവരൊക്കെ ഇനി പാവൽ നടാനുള്ളവരൊക്കെ നട്ടോളുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തിടുക. നന്ദി, നമസ്കാരം.